എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Pentacles, Two of Swords, Judgment, Sun card, Knight of Swords, Queen of Cups. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു മാസം സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാസമായിരിക്കും. ചില ബന്ധങ്ങൾ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം ഈ ഒരു മാസത്തിൽ. പക്ഷേ നിങ്ങളത് വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് നേരിടുന്നുണ്ട്. ഈ മാസത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മുന്നോട്ടേക്കുള്ള മാസങ്ങളിലേക്ക് പോകാതിരിക്കാനും പതുക്കെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട്. എന്നിരുന്നാലും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ അമിതമായിട്ട് ചെലവാക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ പല കാര്യങ്ങളും ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില ബന്ധങ്ങൾ, ചില ആളുകൾ അത് ഒരു നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ മേലധികാരികളോ ആയിട്ട് അത്ര ഒരു സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷം കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടുന്നൊരു കാര്യം, നിങ്ങളുടെ ഭാഗത്ത് ആണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക. ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയില്ല ഒന്നും മിണ്ടാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ പറയുമ്പോൾ നമ്മൾ മൗനം വിദ്വാനുഭൂഷണം എന്ന് ചില ആളുകൾ പറയും. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നോക്കേണ്ടത്. കാരണം ഒരാൾ നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോൾ അത് കേട്ട് മിണ്ടാതിരുന്നാൽ അതിനർത്ഥം നിങ്ങൾ കുറ്റം ചെയ്തു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ സ്റ്റാൻഡ്, നിങ്ങളുടെ നയം വ്യക്തമാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിലാണെങ്കിലും ചില വ്യക്തികൾ എന്നും നിങ്ങളുടെ മേൽ പഴിചാരുന്നതിന് മടിക്കാത്ത ആളുകൾ, അതായത് നിങ്ങളുടെ ഭാഗത്ത് പഴി ചാരേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും എല്ലാത്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നാൽ അതെപ്പോഴും നിങ്ങളുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ എപ്പോഴും താഴ്ത്തി കാണുന്നത്. അതിപ്പോൾ കരിയറിൽ, ജോലി സംബന്ധമായിട്ടാണെങ്കിലും കുടുംബജീവിതത്തിൽ, ഫാമിലിയിലാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനൊരു വില കൽപ്പിക്കാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട്, അതായത് നിങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കുന്ന സിറ്റുവേഷൻ ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ടു ഓഫ് സോർഡ്സ് ആൻഡ് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെയധികം ആത്മവിശ്വാസമുള്ള സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആരൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയും നേടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവരത് വലിയ രീതിയിൽ അതൊരു നിസ്സാരവൽക്കരിച്ച് കളയുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതോ അത് ചെറുതാക്കി കാണുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നില്ല, മറിച്ച് അവരുടെ മുമ്പിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ചിന്തയാണ്, അത് തെളിയിച്ച് കാണിക്കുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുതലാവുകയും നിങ്ങൾ അത് ആ ഒരു വാശിയോട് കൂടിയിട്ടാണ് പല കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക വ്യക്തികൾ, അത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പെടുന്ന ആളുകളാവാം, അങ്ങനെയുള്ള ചില പ്രത്യേക വ്യക്തികളുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ ഉയർച്ച കാണിക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ. അതിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ വളരെയധികം മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നിടത്തല്ലാതെ, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തല്ലാതെയുള്ള ചിലയിടങ്ങളിൽ
നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണ് ഇപ്പോൾ. കാരണം പുതിയ ആളുകളെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നന്നായിട്ട് സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഐഡിയാസൊക്കെ പിച്ച് ചെയ്യുക, ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ സാധ്യതകൾ കൂടുതലാണ്. കാരണം അവരെയൊക്കെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. ഇപ്പോൾ ഉള്ള സാഹചര്യം വിട്ടിട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ജോലി സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ നിങ്ങളുടെ ഫാമിലി ഒരു ടോക്സിക് ആയിട്ടുള്ള ഫാമിലിയാണ് എങ്കിൽ, അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു തരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഫാമിലി ആണെങ്കിൽ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് മാറുന്നേക്ക് ചിലപ്പോൾ പുതിയൊരു ജോലി കിട്ടി, അത് ട്രാൻസ്ഫറോട് കൂടിയായിരിക്കും. അപ്പോൾ ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറാനുള്ള അവസരം വരികയും അങ്ങനെ നിങ്ങളൊരു മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഫാമിലിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷവും വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് തരുന്ന സാഹചര്യമാണ്. ജഡ്ജ്മെൻറ്റ് ആൻഡ് നൈറ്റ് ഓഫ് സോൺസ് എനർജിയാണ്. ഇവിടെ ഒരു സെൽഫ് റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളെന്താണ്, നിങ്ങൾ ആരാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നമ്മൾ ബോധോദയമൊക്കെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ജഡ്ജ്മെൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ആത്മാവിനെ തൊട്ടറിയുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ. സ്പിരിച്വൽ അവേക്കനിങ്ങിലൊക്കെ പോകുന്ന ഒരു സമയമാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന നിങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഡൗട്ട് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. സ്വയം നിങ്ങൾക്ക് സംശയമായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം കിട്ടുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് ക്ഷമിക്കാനും നിങ്ങൾ സ്വയം ക്ഷമിക്കുക. നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ അതായത് നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുകയും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത്, അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് പല നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നരസിംഹ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഹിന്ദുസ് ആയിട്ടുള്ളവർക്ക്. അതേപോലെ ചോറ്റാനിക്കര ക്ഷേത്രം സന്ദർശിക്കുക എന്നുള്ള കാര്യങ്ങളും നല്ലതായിരിക്കും. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രണയം, അതായത് 2 ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിലായിട്ടുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകളും ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നിടത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാൻ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില കോഴ്സ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം ഇന്ന കോഴ്സായിട്ട് മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ന ജോലി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് ആ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യത്തിൽ സൗഹൃദം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ 2 ഓഫ് സോഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ് എനർജി. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ ബന്ധങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ചിന്തിക്കുക കേട്ടോ. അതായത് നെഗറ്റീവ് സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതല്ല, അങ്ങനെയുള്ള ബന്ധങ്ങളുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു പ്രണയവും സ്നേഹവും തന്നെ ആയിരിക്കാം. ചില ആളുകൾ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്നു, അബ്യൂസീവ്, ടോക്സിക്, നാർസിസ്റ്റിക് ഇതുപോലുള്ള ബന്ധങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് തോന്നുന്നു, ഒരാൾ നിങ്ങളെ മുതലെടുക്കുകയാണെന്ന് തോന്നുന്നു എങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് ചെറിയ രീതിയിലുള്ള മുതലെടുപ്പൊക്കെ ചില ആളുകൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ വലിയ രീതിയിൽ നിങ്ങളെ മുതലെടുക്കുന്നു പൂർണ്ണമായിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ അവസാനിക്കുക. കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവിടെ കാണുന്നുണ്ട്. ചില ആളുകൾ ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. അത് ചില ആളുകൾ അവരുടെ പാരൻസുമായിട്ട്, കാരണം വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസൊക്കെ നെഗറ്റീവായിരിക്കാം.
അപ്പോൾ നിങ്ങളുടെ പാരൻസ് വളരെയധികം ടോക്സിക് ആയിരിക്കാം. അങ്ങനെയുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ചിലപ്പോൾ വളരെ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി ആ ബന്ധം അവസാനിപ്പിക്കുന്നതും ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.